വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റിന്റെയും അതുപോലെ തന്നെ തിയറി പേപ്പറിന്റെയും മാർക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നമുക്കിപ്പം അസൈൻമെന്റിനാണെങ്കിലും അല്ലെങ്കിൽ തിയറി പേപ്പറിനാണെങ്കിലും സെപ്പറേറ്റ് മാർക്കാണ് വരുന്നത്. അതായത് അസൈൻമെന്റിലും പ്ലസ് തിയറി പേപ്പറിലും പാസ്സായെങ്കിൽ മാത്രമേ, അതായത് ടോട്ടൽ നമുക്ക് വരുന്നത് 100 മാർക്കാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അസൈൻമെന്റിൽ 30 മാർക്കാണ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ തിയറി പേപ്പറിൽ 70 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 100 മാർക്കിലാണ് എക്സാംസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു 100 മാർക്കിൽ 35% മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ടോട്ടൽ പാസ് ആവത്തുള്ളൂ. അതായത് നമുക്കിപ്പോൾ 70 മാർക്കിന്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ, തിയറി പേപ്പറിന് 70 മാർക്കാണെന്ന് പറഞ്ഞു, 70 പേപ്പറിന്റെ മാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ 21 മാർക്കാണ് പാസ് മാർക്കായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ കേസിൽ പറയുവാണെങ്കിൽ അസൈൻമെന്റിൽ നമുക്ക് 30 മാർക്കാണ്. ഒരു പേപ്പറിന് 2 അസൈൻമെന്റ് എന്നുള്ള രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു പേപ്പറിന് നമുക്കിപ്പോൾ ഒരു അനലിറ്റിക്കൽ എന്നുള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 മാർക്കിന്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ 15 മാർക്കിന്റെ പേപ്പറും നമുക്ക് വരുന്നുണ്ട്. അസൈൻമെന്റ് 2 എണ്ണാണല്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു 10 മാർക്കും പ്ലസ് 15 മാർക്കൂടെ കൂടുമ്പോൾ ടോട്ടൽ 30 മാർക്കാണ് ഉണ്ടായിരിക്കുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അസൈൻമെന്റിൽ ഓരോ അസൈൻമെന്റിലും 30 മാർക്ക് വീതമാണ് വരുന്നത്. ഈ 30 മാർക്കിൽ മിനിമം ഒരു 15 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ഓരോ പേപ്പറിലും പാസ്സാവുകയുള്ളൂ. ഇപ്പോൾ ഒരു അസൈൻമെന്റിന്റെ കേസിലാണെങ്കിലും അതല്ല തിയറി പേപ്പറിന്റെ കേസിലാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പാസ്സായിരിക്കണം. അപ്പം പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തിയറി എക്സാമും എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും കൂടി നിങ്ങൾക്കൊരു ഏകദേശം ഒരു മാർക്ക് കിട്ടിയാൽ പോരെയെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. കാരണം നമുക്ക് അസൈൻമെന്റിലാണെങ്കിലും സെപ്പറേറ്റ് തന്നെ പാസ്സാവണം, അതുപോലെ തന്നെ തിയറി പേപ്പറിൽ നമ്മൾ പാസ്സായിരിക്കണം. എങ്കിലാണ് നമ്മൾ ടോട്ടൽ ഈ ഒരു 100 മാർക്കിൽ 35 മാർക്കെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പാസ്സാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്